ഹലോ ഗൈസ്, നമ്മളിന്ന് പഠിക്കാൻ പോണത് 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ആദ്യത്തെ പാഠം ശബ്ദതരംഗങ്ങൾ. ഓക്കെ, അപ്പോൾ സിലബസിലൊക്കെ ചെറുതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. അപ്പോൾ ടെക്സ്റ്റിൽ ആദ്യം തന്നെ നമുക്ക് കാണിച്ചിട്ടുള്ളത് ഒരു കുട്ടി ഊഞ്ഞാലാടുന്നതാണ്. എൻ്റെ കുട്ടീൻ്റെ കൂടെ ബാക്കി ഫ്രണ്ട്സ് ഉണ്ട്, ടീച്ചറുണ്ട്. അങ്ങനെ ഊഞ്ഞാലിലിരിക്കുന്ന കുട്ടീനോട് കൂടെയുള്ള കുട്ടി പറയുകയാണ്, ടീച്ചറെ, കുട്ടി 10 ആട്ടം കഴിഞ്ഞു, ഇനി ഇറങ്ങാൻ പറയാം എൻ്റെ കൂടാണെന്ന്. അപ്പോൾ അതിന് തിരിച്ചിട്ട് ഊഞ്ഞാലിലിരിക്കുന്ന കുട്ടി എന്താ പറയണത്, 5 ആട്ടമേ ആയിട്ടുള്ളൂ. അപ്പോൾ ടീച്ചർ അതിന് ശരിവെക്കും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവർ രണ്ടാളെയും കാര്യങ്ങളിൽ നോക്കുമ്പോൾ ഇവർ രണ്ടാളും പറയുന്നത് എന്താണ്, കറക്റ്റാണ്. പക്ഷെ ടീച്ചർ എന്തുകൊണ്ട് ഊഞ്ഞാലിലിരിക്കുന്ന കുട്ടീൻ്റെ ശരിവെച്ചു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വരുന്നത്. അപ്പോൾ രണ്ടാളും ഈ കുട്ടിയുടെ ആട്ടം എണ്ണ രീതി ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് രണ്ടാൾക്കും വ്യത്യസ്ത നമ്പർ കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ കുട്ടി എങ്ങനെയൊക്കാരും നോക്കിയിട്ടുണ്ടാവുക, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം 1.17 നമുക്ക് തന്നിട്ടുണ്ട്. അത് ഈ കുട്ടീൻ്റെ ഊഞ്ഞാലാട്ടം കാണിക്കുന്ന ഒരു ഫിഗറാണ്. ഓക്കെ, ആൻഡ് അതിൽ O എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളതാണ് അവിടുത്തെ തുലന സ്ഥാനം. അവിടെ നിന്നാണ് നമ്മൾ ആട്ടം തുടങ്ങുന്നത്. ഓക്കെ, എന്നിട്ട് O ആദ്യം മുന്നിലോട്ട്, നമ്മളിപ്പോൾ ഊഞ്ഞാൽ എങ്ങനെയാണ് ആടുക, ഊഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സ്ഥലത്തായിരിക്കും, എന്നിട്ട് നമ്മൾ കുറച്ച് ആരെങ്കിലും ആട്ടിയിട്ടോ കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം മുന്നിലോട്ടാടും. എന്നിട്ട് മുന്നിലോട്ട് ആട്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന ആദ്യം തുടങ്ങിയ സ്ഥാനത്ത് കൂടെ ബാക്കിലോട്ട് പോയിട്ട് വീണ്ടും നമ്മൾ എവിടെ തുടങ്ങിയ സ്ഥാനത്ത് തന്നെ എത്തും. പിന്നെ മുന്നോട്ട് പിന്നോട്ട് അങ്ങനെയല്ലേ പോവുക. ഓക്കെ, ആ ഒരു ആട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ O എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങിയ സ്ഥാനം, ഇനി A എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് പോയ സ്ഥാനം, B എന്ന് പറയുന്നത് എന്താണ്, പിന്നോട്ട് പോയ സ്ഥാനം എന്നാണ് വെറുതെ കൺസിഡർ ചെയ്യുക. ഓക്കെ, നമ്മൾ തിരിച്ചിട്ടും പറയാം. അതായത് A എന്ന് പറയുന്നത് മുന്നോട്ട് പോയതും B എന്ന് പറയുന്നത് മുന്നോട്ട് പോയതും A എന്ന് പറയുന്നത് പിന്നോട്ട് പോയതാണെന്ന് നമുക്ക് എങ്ങനെ വെച്ചാൽ എടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് കൺസിഡർ ചെയ്തു. ഇനി അപ്പോൾ കുട്ടി, അപ്പോൾ ഇവർ രണ്ടാളും എങ്ങനെ ഈ ആട്ടം എണ്ണിയതെന്ന് നമുക്ക് നോക്കാം. അതായത് ഊഞ്ഞാൽ ഇരിക്കുന്ന കുട്ടി എങ്ങനെ എണ്ണിയത്, അതായത് ഓന്ന് എയിലോട്ട് പോയി വീണ്ടും ഓയിൽ തന്നെ വന്ന് പിന്നെ ബിയിലോട്ട് പോയി വീണ്ടും ഓയിലെത്തുമ്പോഴാണ് ഊഞ്ഞാലിരിക്കുന്ന കുട്ടി ഒരാട്ടം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മറ്റു കുട്ടിയോ ഓയിൽ നിന്ന് എയിലോട്ട് പോയിട്ട് പിന്നെ ഓയിലെത്തുമ്പോൾ ഒരാട്ടം. ഓക്കെ, ഇങ്ങനെയാണ് മറ്റു കുട്ടി ഒരാട്ടം പറഞ്ഞിരിക്കുന്നത്. അവർ രണ്ടാളുടെയും ഡിഫറൻസ് മനസ്സിലായില്ലേ. അങ്ങനെ നോക്കുമ്പോൾ ടീച്ചർ എന്തുകൊണ്ടാണ് ഊഞ്ഞാലിരിക്കുന്ന കുട്ടി പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞത് എങ്ങനെയാണ് നോക്കുന്നത്. ഓക്കെ, അതായത് ഓയിൽ നിന്ന് എയിലോട്ട് പോയി വീണ്ടും ഓയിൽ തന്നെ എത്തി പിന്നെ ബിയിലോട്ട് പോയി വീണ്ടും ഓയിലെത്തിയതാണ് ഒരാട്ടം എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് നോക്കണത് എന്താണെന്ന് വെച്ചാൽ ഊഞ്ഞാലിൻ്റെ ആട്ടം എന്നതിനൊരു രീതിയുണ്ട്. ഓക്കെ, ആ ഊഞ്ഞാലിൻ്റെ ആ ഒരു ചലനത്തിന് നമ്മൾ പറയുന്നതാണ് ദോലനം അഥവാ ഓസിലേഷൻ. ഓക്കെ, ഈ ദോലനം എങ്ങനെ എണ്ണണമെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ തുടങ്ങിയ സ്ഥാനത്ത് നിന്ന് മുന്നോട്ട് പോയി വീണ്ടും തുടങ്ങിയ സ്ഥാനത്തിലെത്തി പിന്നെ അവിടുന്ന് പിന്നോട്ട് പോയി വീണ്ടും തുടങ്ങിയ സ്ഥാനത്തിലെത്തുമ്പോൾ 1, ഇങ്ങനെയാണ് ഒരു ദോലനം കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദോലനത്തിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് പിന്നെ പറയുന്നതാണ്. അപ്പോൾ ആട്ടം എങ്ങനെ രണ്ടുപേരും എണ്ണിയതെന്നും എന്തുകൊണ്ട് കുട്ടി പറഞ്ഞത് ശരിയാണെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു മനസ്സിലായില്ലേ. ഓക്കെ, ഇനി ടെക്സ്റ്റിലൊരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഊഞ്ഞാൽ സ്വതന്ത്രാവസ്ഥയിൽ നിന്ന് ദോലനം ആരംഭിക്കുന്ന സ്ഥാനം ഏതാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, എവിടെയാണ് ആദ്യം നിന്നിരുന്ന് അത് O. ഓക്കെ, അതിന് നമ്മൾ തുലന സ്ഥാനം എന്ന് പറഞ്ഞു. അപ്പോൾ O എന്നാണ് ആദ്യം ഊഞ്ഞാലിവിടുന്ന് തുടങ്ങുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ചിത്രത്തിൽ തുലനസ്ഥാനത്തിനൊരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എത്ര. അതായത് ഓയിൽ നിന്ന് എയിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ നിന്ന് ബിയിലോട്ടോ ഉള്ള പരമാവധി സ്ഥാനാന്തരം, അതായത് ഡിസ്റ്റൻസ് എത്രയാണ്. ഓക്കെ, അത് നമുക്ക് ഫിഗറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. OA എന്ന് പറയുന്ന ഡിസ്റ്റൻസും സ്മോൾ ലെറ്റർ A ആണ്, OB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്, സ്മോൾ ലെറ്റർ A ആണ്. അപ്പോൾ ഉത്തരം എന്താണ്, സ്മോൾ ലെറ്റർ A. ഓക്കെ, ഞാൻ ദോലനത്തിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞത് നിങ്ങൾക്ക്. ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം. അതായത് തുലനസ്ഥാനം നമ്മളിതിൽ ഏതാ പറഞ്ഞത്, O. അതിനെ ആസ്പദമാക്കി കൃത്യമായ ഇടവേള. ഓക്കെ, അതായത് A, നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് പറഞ്ഞല്ലോ A ആൻഡ്
മുന്നിലോട്ടും ബാക്കിലോട്ടും നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് ആണല്ലോ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള സമയം, അതാണ് നമ്മൾ തുല്യമായ ഇടവേള എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ഇവിടുത്തെ ദോലനം എന്ന് പറയുന്നത്, അതായത് ഓസിലേഷൻ. ഓക്കെ, ഇനി നമുക്കൊരു ആയതി എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ പറയുന്നുണ്ട്. അപ്പോൾ ആയതി എന്താണ്? നമ്മളിവിടെ പറഞ്ഞല്ലോ, ഈ ഒരു ഊഞ്ഞാലിൻ്റെ ആട്ടം, അതായത് ചിത്രം 1.1 ഊഞ്ഞാലിൻ്റെ ആട്ടം എങ്ങനെ? ഓയിൽ നിന്ന് എയിലോട്ട് പോയി വീണ്ടും ഓയിൽ തന്നെ വന്നു, പിന്നെ ഓയിൽ നിന്ന് ബിയിലോട്ട് പോയി ഓയിലെത്തുമ്പോൾ ഒരാട്ടം, ഒരു ദോലനം കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഡിസ്റ്റൻസ് നമ്മൾ എ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് ആയതി. അതായത് തുലനസ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണ് ആയതി. ഓക്കെ, ഇനി ഇതിൽ ഊഞ്ഞാൽ ഒരാട്ടം പൂർത്തിയാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞല്ലോ, ഓയിൽ നിന്ന് എയിലെത്തി വീണ്ടും ഓയിലോട്ട് വന്ന് പിന്നെ ബിയിലോട്ട് പോയി വീണ്ടും ഓയിലെത്തുമ്പോഴാണ് ഊഞ്ഞാൽ ഒരാട്ടം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദോലനത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എന്താ പറഞ്ഞത്? എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തിരിച്ചു വരുന്നതാണ് ദോലനം. അപ്പോൾ 2 ഡെഫിനിഷൻ നമ്മൾ ദോലനത്തിന് പഠിച്ചു. ഒന്നാമത്തെ ഡെഫിനിഷൻ എന്താ പറഞ്ഞത്? ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം. രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താ പറഞ്ഞത്? എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തിരിച്ചു വരുന്നതാണ് ഒരു ദോലനം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുക, അതായത് ഓയിൽ നിന്ന് എയിലോട്ട് പോയി. ഓക്കെ, അതിന് നമുക്കൊരു ഫോർവേഡ് ഡയറക്ഷൻ, അതായത് മുന്നിലോട്ടാണല്ലോ പോണേ, പക്ഷെ തിരിച്ച് എയിൽ നിന്ന് ഓയിലോട്ട് വരുമ്പോൾ എന്താണ്? അത് ബാക്ക്വേർഡ്, അതായത് പിന്നിലോട്ടുള്ള എന്താണ് ചലനാണ്. അപ്പോൾ വീണ്ടും ഓയിൽ നിന്ന് ബിയിലോട്ട് പോയി ബിയിൽ നിന്ന് ഓയിലോട്ട് വരുമ്പോഴാണല്ലോ അത് നേരത്തെ അതേ ഫോർവേഡ് ഡയറക്ഷൻ, അതായത് നേരത്തെ ഏത് ഡയറക്ഷനിലാണോ പോയി ആ ഡയറക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈമിലാണ് ഒരു ദോലനായിട്ട് നമ്മൾ എണ്ണുന്നത്. ഇതൊക്കെയാണല്ലോ. ഇനി നമുക്ക് ഈ ദോലനത്തിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത് ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനമാണ്. ക്ലോക്കിലെ പെൻഡുലൊക്കെ എന്താണെന്ന് അറിയാലോ, ഈ നമ്മളെ കുറച്ച് വലിയ ക്ലോക്ക്, പണ്ടത്തെ ഒന്നും കൂടി ഒരു ആഡംബര ക്ലോക്കൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു മണി പോലെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അത് എന്നിട്ട് ഇങ്ങനെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടും. ഓക്കെ, അതാണ് നമ്മുടെ ദോലനത്തിനുള്ളൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് വരുന്നത് ഊഞ്ഞാലാട്ടം, പിന്നെ രണ്ടാമതൊരു എക്സാമ്പിളാണ് ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം. അതിപ്പോൾ എങ്ങനെയാണ്? ഇത് ക്ലോക്ക് സാധാ അങ്ങനെ ഇപ്പം 1 മണിക്കൂർ കഴിയുമ്പോഴല്ല അടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള സമയങ്ങളിലൊക്കെ ഇത് സ്റ്റഡി ആയിട്ട്, അതായത് ആ ഒരു സെൻട്രൽ പൊസിഷനിലാണ് ഉണ്ടാവുക ഈ ഒരു മണി. ഓക്കെ, ആ ഒരു പൊസിഷനെ നമ്മൾ തുലനസ്ഥാനം എന്ന് പറയും. ആൻഡ് ഇത് പിന്നെ ഓരോ മണിക്കൂർ ഇപ്പോൾ ഒരു 12 മണി ആയാലും ഇതിങ്ങനെ ബെല്ലടിക്കുമല്ലോ. ഓക്കെ, അതിങ്ങനെ അടിക്കുന്ന ആ ഒരു എത്ര ദൂരം പോവും ഒരു സൈഡിലേക്ക്, ആ ഒരു ദൂരത്തിന് നമ്മൾ ആയതി എന്ന് പറയും. പിന്നെ അതിങ്ങനെ കവർ ചെയ്യണ ഓരോ സമയത്തിന് അതിൻ്റെ എന്താണ് പീരിയഡ് എന്നൊക്കെ പറയും. ഓക്കെ, ഇതൊക്കെയാണല്ലോ. പീരിയഡിൻ്റെ ഡെഫിനേഷൻ നമ്മളൊന്നുകൂടി കഴിഞ്ഞിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ദോലനത്തിൻ്റെ, അതായത് ഓസിലേഷൻ്റെ ഒരു ഉദാഹരണമാണല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയമെടുക്കുന്ന ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് എന്താണ്, 30 ദോലനങ്ങൾക്ക് എന്താണ് ആ ഒരു പെൻഡുലം എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 മിനിറ്റാണ്. അപ്പോൾ ഒരു ദോലനത്തിന് എത്ര സമയമായിരിക്കും എന്നാണ് നോക്കുന്നത്. അപ്പോൾ 30 ദോലനങ്ങൾക്ക് ആവശ്യമായ സമയം 1 മിനിറ്റ് അഥവാ 60 സെക്കൻഡ് അല്ലേ? അപ്പോൾ എന്താ, ഒരു ദോലനത്തിന് ആവശ്യമായ സമയം എത്രയായിരിക്കും? ഈ 60, അതായത് 30 ദോലനങ്ങൾക്ക് 60 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരു ദോലനത്തിന് എത്രയായിരിക്കും? 60 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 30, അതായത് എത്ര? 2 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഈ 2 സെക്കൻഡ്, അതായത് ഒരു പെൻഡുലത്തിൻ്റെ ഒരു ദോലനത്തിന് എടുക്കുന്ന സമയം എത്രയായിരുന്നു? 2 സെക്കൻഡ്. അപ്പോൾ ഇതിന് നമ്മളൊരു പേര് പറയും. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്ത് നമ്മൾ എന്ത് പറയും? പീരിയഡ് എന്ന് പറയും. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോൾ ക്ലോക്കിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ഒരു ദോലനത്തിന് ആവശ്യമായ സമയം എത്രയാണ്? 2 സെക്കൻഡ് ആണല്ലോ. അപ്പോൾ എന്താ, ഇവിടുത്തെ പീരിയഡ് എത്രയായിരിക്കും? 2 സെക്കൻഡ് ആയിരിക്കും. ഈ പീരിയഡിനെ നമ്മൾ ടി എന്ന അക്ഷരം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതായത് സൂചിപ്പിക്കുന്നത്. ആൻഡ് പീരിയഡ് അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? സെക്കൻഡാണ്. ഓക്കെ, സെക്കൻഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇതേ പെൻഡുലം 1 സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ പൂർത്തിയാക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ,
അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ദോലനത്തിന് 2 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 1 സെക്കൻഡിൽ എത്ര ദോലനങ്ങളായിരിക്കും? ഓക്കെ, അപ്പോൾ 1 മിനിറ്റിലെ ദോലനങ്ങളുടെ എണ്ണം ഇവിടെ എത്ര പറഞ്ഞത്? 30 ആണല്ലോ. അപ്പോൾ 1 സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡിൽ എത്രയായിരിക്കും? 30 ഹരിക്കണം 60, അതായത് 1/2, അതായത് 0.5, അതായത് 0.5. ഓക്കെ, അപ്പോൾ 1 സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 0.5. ഇതിനും നമ്മളൊരു പേര് പറയും. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് 1 സെക്കൻഡിൽ ഉണ്ടാക്കുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി അഥവാ ഫ്രീക്വൻസി. 1 സെക്കൻഡിൽ ഉണ്ടാക്കുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. അപ്പോൾ ഈ ഒരു പെൻഡുലത്തിൻ്റെ ആവൃത്തി എത്രയായിരിക്കും? 0.5 ആയിരിക്കും. ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്. അതിനെ നമ്മൾ F വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഹെഡ്സിൻ്റെ സിമ്പിൾ നോക്കിക്കോളൂ, HZ, ക്യാപിറ്റൽ H, സ്മോൾ z. ആവൃത്തിനെ നമ്മൾ സ്മോൾ ലെറ്റർ F വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇത്രയും നേരം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ദോലനം എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ദോലനത്തിന് 2 ഡെഫിനേഷൻ പഠിച്ചു. ഒന്നാമത്തെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതിനെ നമ്മൾ ദോലനം എന്ന് പറയും. പിന്നെ രണ്ടാമത്തെ ഡെഫിനേഷൻ എന്താ പറയുന്നത് വെച്ചാൽ എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തിരിച്ചു വരുന്നതാണ് ദോലനം. ഓക്കെ, ഇങ്ങനെ 2 ഡെഫിനേഷൻ നമ്മൾ ദോലനത്തിന് പഠിച്ചു. പിന്നെ പഠിച്ചത് ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ്, അതായത് തുലനസ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണ് ആയതി. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ A വെച്ച് ഡിനോട്ട് ചെയ്യും. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. പിന്നെ നമ്മൾ പഠിച്ചത് പീരിയഡാണ്. ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പീരിയഡ് എന്ന് പറയുന്നു. അതിനെ നമ്മൾ T വെച്ച് ഡിനോട്ട് ചെയ്യും. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് S ആണ്. പിന്നെ അതേപോലെ 1 സെക്കൻഡിൽ ഉണ്ടാക്കുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ്. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ F യൂസ് ചെയ്തിട്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്ര എടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. ഞാൻ നോക്കിയിട്ട് റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.